4 തക്കാളി കൊണ്ട് വളരെ ഈസിയായി ഉണ്ടാക്കാൻ പറ്റിയ ഒരു ഒഴിച്ചുകറിയാണ് ഇന്നത്തെ എൻ്റെ വീഡിയോ. 4 തക്കാളിയാന്ന് ഞാൻ പറഞ്ഞല്ലോ. ഇതൊന്ന് ചെറുതായിട്ട് അരിഞ്ഞെടുക്കണം. ഒരു സവാള, കുറച്ച് കറിവേപ്പില, എരിവിന് കുരുമുളക് പൊടിയാണ് എടുത്തിരിക്കുന്നത്. അത് നമ്മുടെ എരിവിന് ടേസ്റ്റിനും അനുസരിച്ച് വേണം ചേർക്കാനായിട്ട്. ഇത് ഞാനിവിടെ ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി എടുത്തു വെച്ചിട്ടുണ്ട്. പിന്നെ തേങ്ങാപ്പാല്, ഇത് കട്ടിയുള്ള തേങ്ങാപ്പാലാണ്. അതായത് 2 കപ്പ് തേങ്ങയിൽ നിന്ന് പിഴിഞ്ഞെടുത്ത 1.5 കപ്പ് തേങ്ങാപ്പാല്. അത്രയും കട്ടി വേണം ഇതിന്. വേറെ വെള്ളമൊന്നും ഇതിൻ്റെ അകത്ത് ചേർക്കുന്നില്ല. ഉപ്പ്, വെളിച്ചെണ്ണ. തക്കാളി ഇതുപോലെ കനം കുറച്ച് നീളത്തിലാണ് എരിഞ്ഞിരിക്കുന്നത്. സവാളയും അതുപോലെ തന്നെ കനം കുറച്ച് നീളത്തിൽ എരിഞ്ഞിട്ടുണ്ട്. ചൂടായ പാനിലേക്ക് വെളിച്ചെണ്ണ ഒഴിക്കാം. ഇതിന് വെളിച്ചെണ്ണയാണ് നല്ലത്. ഒരു 1.5 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. അതിലേക്ക് സവാള ഇട്ട് കൊടുക്കാം. സവാളയൊന്ന് വഴന്ന് വരണം. ഇതിൻ്റെ കൂടെ ഒരല്പം കറിവേപ്പിലയും ചേർക്കാം. സവാളയൊന്ന് വാടി വന്നിട്ടുണ്ട്. ഒത്തിരി ഇങ്ങോട്ട് കളർ മാറണ്ട. ഇതുപോലെ ഒന്ന് മാറി വന്നാൽ മതി. അതിലേക്ക് തക്കാളിപ്പഴം ചേർക്കാം. നല്ല പഴുത്ത തക്കാളി ആയിരിക്കണം. ഇതൊന്നും കൂടെ കൂട്ടിയിട്ടൊന്ന് വഴറ്റി കൊടുക്കണം. ഉപ്പ് ചേർക്കാം. ഇതൊന്ന് വാടി വന്നിട്ടുണ്ട്. ഞാൻ ഇതിന്റെ പകുതി കുരുമുളക് പൊടി ചേർക്കുവാണ്. ഇതിൻ്റെ അകത്ത് ആകെ എരിവിന് ചേർക്കുന്നത് കുരുമുളക് പൊടിയാണ്. സവാളയും തക്കാളിപ്പഴവും ഒക്കെ നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് തീ കുറച്ച് വെച്ചിട്ട് തേങ്ങാപ്പാൽ ചേർക്കാം. ആ തേങ്ങാപ്പാൽ നമുക്ക് എന്തോരം ഗ്രേവി വേണോ അതിനനുസരിച്ച് വേണം ചേർക്കാനായിട്ട്. ഞാനിപ്പോൾ ഇത് മുഴുവൻ ചേർക്കുവാണ്. ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർക്കാം. ഇനി ഒരു ലോ ഫ്ലെയിമിൽ വെച്ച് ഒന്ന് നന്നായിട്ട് ചൂടായി വന്നാൽ മതി. കട്ടിയുള്ള തേങ്ങാപ്പാലും കൂടെ ആയതുകൊണ്ട് തിളക്കരുത്. ഉപ്പും എരിവും നോക്കണം. ഇതിൻ്റെ അകത്ത് ഒരല്പം ഉപ്പും കൂടെ വേണം. പിന്നെ എരിവ് ഓരോരുത്തരുടെ ഇഷ്ടാനുസരിച്ച് ചേർത്ത് കൊള്ളണം. ഞാൻ നോക്കിയിട്ട് എനിക്ക് ഒരല്പം എരിവും കൂടെ വേണം. ഞാൻ ഈ ബാക്കി കുരുമുളക് പൊടിയും കൂടെ ഇതിനകത്ത് ചേർക്കണം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. തിളച്ചാൽ തേങ്ങാപ്പാൽ വിരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നന്നായിട്ട് ചൂടായി കിട്ടിയാൽ മതി. ഇത് ആവി വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇത് നന്നായിട്ട് ആവി വന്നിട്ടുണ്ട്. ഞാൻ തീ ഓഫ് ചെയ്യുവാണ്. വളരെ സിമ്പിളായിട്ട് പെട്ടെന്നുണ്ടാക്കാൻ പറ്റിയ തക്കാളി ചാറുകറി റെഡിയായി. സർവിംഗ് ഡിഷിലേക്ക് മാറ്റാം. ഈ കറി വളരെ സിമ്പിൾ അല്ലേ? നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും. നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും എൻ്റെ ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ്സ് അറിയിക്കാനും മറക്കരുത്. പുതിയ പുതിയ വിഭവങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം. ഞാൻ സോഫി കുര്യാക്കോസ്.